ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഞാലിപ്പൂവൻ പഴമാണ്. അത് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. പഴത്തിൻ്റെ ചീത്തയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം നല്ല വശങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഉടയ്ക്കാം കേട്ടോ. ഞാൻ ഇതുപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയൊക്കെ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊക്കെ വേണം. ആ ഒരു രൂപത്തിലാണ് എടുക്കുന്നത്. ഇപ്പം ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കയും ജീരകവും കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് റവ കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര, അത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനി മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസാവാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വരേണ്ടത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്പൂണും കൊണ്ട് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാതെ തേങ്ങ ചിരണ്ടി ചേർക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആവശ്യമുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ സ്പൂണും കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണ മാവെടുത്ത് എണ്ണയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും മാവെടുത്ത് ഇതുപോലെ ഇടുവാണെങ്കിൽ നമുക്ക് സ്പൂണിൽ നിന്നും പെട്ടെന്ന് തന്നെ വീണ് കിട്ടും. അല്ലെങ്കിൽ സ്പൂണിൽ പറ്റിപ്പിടിച്ചിരിക്കും, വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പുറവും ഇപ്പുറമൊക്കെ നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്ക്, പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.